ചരിത്രം അത് ചിലപ്പോൾ ഒറ്റ രാത്രി കൊണ്ടായിരിക്കും തിരുത്തി എഴുതപ്പെടുന്നത്. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആകാശത്ത് യുദ്ധത്തിൻ്റെ പുതിയ അധ്യായങ്ങൾ രചിക്കപ്പെടും. 2026 ഫെബ്രുവരി 28 ആ പ്രഭാതം മധ്യപൂർവേഷ്യയെ സംബന്ധിച്ചിടത്തോളം അത്തരമൊന്നായിരുന്നു. ലോകം മുഴുവൻ ശ്വാസമടക്കിപ്പിടിച്ച് ആ വാർത്ത കേട്ടു. ഇറാനെതിരെ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും സംയുക്ത സൈനിക നീക്കം. Today we launch Operation Epic Fury. അമേരിക്കൻ കോഡ്നാമം ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. Citizens of Israel, today we launch Operation Roaring Lion. ഇസ്രയേലിന്റെ ഓപ്പറേഷൻ റോറിംഗ് ലയൺ. ടെഹ്റാനിലെ അതീവ സുരക്ഷയുള്ള റഡാറുകൾക്ക് പോലും അപ്രാപ്യമെന്ന് കരുതിയിരുന്ന കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ വ്യോമസേനയുടെ പോർവിമാനങ്ങൾ ഇരച്ചു കയറി. ഇറാൻ പരമോന്നത നേതാവ് അലി ഖമനേയി ഉൾപ്പെടെ ഉന്നത നേതൃത്വം ഈ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഇല്ലാതായി. വർഷങ്ങളായി ഇറാൻ പടുത്തുയർത്തിയ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ, രഹസ്യ ആണവ കേന്ദ്രങ്ങൾ, മിസൈൽ വിക്ഷേപണ തറകൾ എന്നിവ നിമിഷങ്ങൾക്കകം തന്നെ തകർന്ന് തരിപ്പണമായി. 1500 പരം കിലോമീറ്ററുകൾ താണ്ടി പല ശത്രു രാജ്യങ്ങളുടെയും വ്യോമാതിർത്തികൾ ലംഘിച്ച് ഒരു പോറൽ പോലും ഏൽക്കാതെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങാൻ ഇസ്രായേലിന് എങ്ങനെ സാധിച്ചു? ഇത് വെറുമൊരു ആക്രമണമല്ല, മറിച്ച് ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തേക്ക് നീളുന്ന ഇസ്രായേലിൻ്റെ ആയുധബലത്തിൻ്റെ, കൃത്യതയുടെ, അദൃശ്യമായ ചിറകുകളുടെ വിനാശകരമായ ഒരു പ്രകടനമായിരുന്നു. ഈ വീഡിയോ അന്വേഷിക്കുന്നത് ആ അദൃശ്യ ശക്തിയുടെ രഹസ്യങ്ങളാണ്. ഒരു പ്രാദേശിക വ്യോമസേനയിൽ നിന്ന് ഭൂഖണ്ഡാന്തര പ്രഹരശേഷിയുള്ള ഒരു ആഗോള ശക്തിയായി മാറിയ ഇസ്രായേൽ വ്യോമസേനയുടെ അണിയറ രഹസ്യങ്ങൾ. ഇസ്രായേൽ വ്യോമസേനയുടെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ വിമാനങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും അമേരിക്കയിൽ നിന്നും വാങ്ങി തങ്ങളുടെ തനതായ സാങ്കേതിക വിദ്യകൾ കൂട്ടിച്ചേർത്ത് മാറ്റങ്ങൾ വരുത്തിയ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ. അതിലെ പ്രമുഖമായ വിമാനങ്ങളിൽ അഗ്രഗണ്യനാണ് F-35I അദീർ. ലോകത്തിലെ ഏറ്റവും മികച്ച 5ാം തലമുറ സ്റ്റെൽത്ത് പോർവിമാനമായ F-35ന്റെ ഇസ്രയേലി വകഭേദമാണിത്. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ശത്രുപാളയത്തിലേക്ക് അതിവേഗത്തിൽ നുഴഞ്ഞു കയറാൻ ഇവർക്ക് കഴിയും. മറ്റു രാജ്യങ്ങൾക്ക് F-35ന്റെ അടിസ്ഥാന ഘടനയിൽ മാറ്റങ്ങൾ വരുത്താൻ നിർമ്മാതാക്കളായ ലോക്ഹീഡ് മാർട്ടിനോ അമേരിക്കയോ അനുമതി നൽകിയിട്ടില്ലെങ്കിലും ഇസ്രയേലിന് മാത്രം ആ പ്രത്യേക അവകാശമുണ്ട്. സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങളും ആശയവിനിമയ സംവിധാനങ്ങളും അദീറിനെ അജേയനാക്കുന്നു. 2026 ഫെബ്രുവരിയിലെ ഇറാൻ ആക്രമണത്തിൽ ആദ്യത്തെ പ്രഹരം നൽകിയത് ശത്രുക്കളുടെ റഡാറുകളെ അന്ധരാക്കിയ ഈ സ്റ്റെൽത്ത് വിമാനങ്ങളായിരുന്നു. രണ്ടാമതായി ഈ പട്ടികയിലുള്ളത് F-15I റാം ആണ്. വലിയ തോതിൽ ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് ദീർഘദൂരം സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു സ്ട്രൈക്ക് ഫൈറ്ററാണ് F-15I റാം. അദീർ വിമാനങ്ങൾ വ്യോമ പ്രതിരോധങ്ങളെ തകർത്ത് വഴി തുറന്നു കൊടുത്ത ശേഷം ശത്രുവിൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങൾ വിതയ്ക്കാൻ ഈ ഫൈറ്ററുകളെയാണ് ഇസ്രായേൽ ഉപയോഗിക്കുന്നത്. ആയിരക്കണക്കിന് കിലോ കോൺക്രീറ്റും ഇരുമ്പും തുളച്ചു കയറുന്ന വിനാശകാരികളായ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ കഴിയുന്ന ഇവ ഭൂമിക്കടിയിലെ ശത്രുവിൻ്റെ ഒളിത്താവളങ്ങളെപ്പോലും അവരുടെ കുഴിമാടങ്ങളാക്കി മാറ്റുന്നു. എത്ര മികച്ച പോർവിമാനമായാലും അവയുടെ ഇന്ധന ടാങ്കിന് ഒരു പരിധിയുണ്ട്. ഇസ്രയേലിൽ നിന്ന് ഇറാനിലേക്കും തിരിച്ചുമുള്ള ദൂരം 3000 കിലോമീറ്ററിലധികമാണ്. ഒരു സാധാരണ പോർവിമാനത്തിന് ഒറ്റയടിക്ക് താണ്ടാൻ കഴിയുന്ന ദൂരമല്ലിത്. ഇവിടെയാണ് ഭൂഖണ്ഡാന്തര പ്രഹരശേഷിയുടെ ഏറ്റവും നിർണായകമായ ഒരു ഘടകം കടന്നു വരുന്നത്. ആകാശത്ത് വെച്ചുള്ള ഇന്ധനം നിറയ്ക്കൽ അഥവാ ഏരിയൽ റീഫ്യൂവലിംഗ്. ഈ ദൗത്യത്തിനായി ഇസ്രയേൽ വ്യോമസേന ഉപയോഗിച്ചു വരുന്ന ഒരു സംവിധാനമാണ് ബോയിങ് KC-46 പെഗാസിസ് ഏരിയൽ ടാങ്കറുകൾ. സൈന്യത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന പഴയ ബോയിങ് 707 ഡ്രീം വിമാനങ്ങൾക്ക് പകരമായി എത്തിയ പുതിയ ടാങ്കർ വിമാനങ്ങളാണിവ. അമേരിക്കൻ നിർമ്മിതമായ ഈ അത്യാധുനിക വിമാനങ്ങൾ ഒരേ സമയം ഒന്നിലധികം പോർ വിമാനങ്ങൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ ഇന്ധനം കൈമാറാൻ കെൽപ്പുള്ളവയാണ്. അതിനപ്പുറമാണ് ഇവയ്ക്കുള്ള തന്ത്രപരമായ പ്രാധാന്യം. ശത്രു രാജ്യങ്ങളുടെ റഡാറുകൾക്ക് പുറത്ത് സുരക്ഷിതമായ ആകാശത്ത് വെച്ച് പോർ വിമാനങ്ങൾക്ക് ഇന്ധനം നൽകാൻ ഈ ഏരിയൽ ടാങ്കറുകൾക്ക് സാധിക്കും. മേൽപ്പറഞ്ഞ പറക്കും പെട്രോൾ പമ്പുകളാണ് ഇസ്രായേൽ വ്യോമസേനയ്ക്ക് ഏത് ഭൂഖണ്ഡത്തിലും പോയി ആക്രമണം നടത്താനുള്ള നീളൻ കൈകൾ നൽകുന്നത്.
2026 സുദീർഘമായ ആക്രമണ ദൗത്യത്തിൽ ഇസ്രയേലി പൈലറ്റുമാരുടെ ജീവൻ നിലനിർത്തിയത് ഈ വിമാനങ്ങളായിരുന്നു. ആയുധങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ഈ ടാർഗറ്റുകളെ പറ്റിയുള്ള വിവരങ്ങൾ ലോഞ്ചിങ് പ്ലാറ്റ്ഫോമുകളിൽ എത്തിയിരിക്കണം. ഇതിനുവേണ്ടി ശത്രുവിൻ്റെ ഓരോ ചലനവും നിരീക്ഷിക്കാനും അവരുടെ ആശയവിനിമയങ്ങളെ തടസ്സപ്പെടുത്താനും ഇസ്രയേലിന് തങ്ങളുടേതായ ഒരു സങ്കീർണമായ ഇൻ്റലിജൻസ് വ്യവസ്ഥയുണ്ട്. അതാണ് ഒറോൺ ആൻഡ് ഈറ്റം വിമാനങ്ങൾ. ഇസ്രയേലിൻ്റെ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ വിമാനങ്ങളാണിവ. അമേരിക്കൻ നിർമ്മിത ഗൾഫ് സ്ട്രീം ജെറ്റുകളിൽ മാറ്റങ്ങൾ വരുത്തി തയ്യാറാക്കിയ ഈ വിമാനങ്ങൾ ആകാശത്തെ യഥാർത്ഥ കമാൻഡ് സെൻറ്ററുകളാണ്. ശത്രുവിൻ്റെ റഡാറുകളെയും മിസൈലുകളെയും നൂറുകണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് തന്നെ കണ്ടെത്താൻ ഇവയ്ക്ക് സാധിക്കും. ഇതിനു പുറമെ ഇറാനിലേക്കുള്ള യാത്രാമധ്യേ ശത്രു രാജ്യങ്ങളുടെ റഡാർ സംവിധാനങ്ങളെ ഹാക്ക് ചെയ്യാനും അവരെ അന്ധരാക്കാനും ഇസ്രയേലിൻ്റെ യൂണിറ്റ് 8200 പോലെയുള്ള ഇൻ്റലിജൻസ് വിഭാഗങ്ങളും വ്യോമസേനയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. ഫെബ്രുവരി 28 ഇറാൻ റഡാറുകളിൽ സാങ്കേതിക തകരാറുകൾ കണ്ടു തുടങ്ങിയ നിമിഷം തന്നെ ഇസ്രയേലിൻ്റെ സ്റ്റെൽത്ത് വിമാനങ്ങൾ അവരുടെ തലയ്ക്ക് മുകളിൽ അദൃശ്യരായി നിലയുറപ്പിച്ചിരുന്നു. ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിനൊപ്പം തന്നെ പ്രധാനമാണ് ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ പ്രഹരശേഷിയും. തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക ആയുധങ്ങൾ ഇസ്രയേലിന് ഈ ദൗത്യങ്ങളിൽ വലിയ മേൽക്കൈ നൽകുന്നു. റാംപേജ്, റോക്സ് തുടങ്ങിയ അത്യാധുനിക മിസൈലുകൾ ശത്രുവിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിധിക്ക് പുറത്തുനിന്ന് തന്നെ വിക്ഷേപിക്കാൻ സാധിക്കുന്നവയാണ്. പൈലറ്റുമാരുടെ ജീവൻ അപകടത്തിലാക്കാതെ തന്നെ അതീവ കൃത്യതയോടെ വൈരി ലക്ഷ്യങ്ങൾ തകർക്കാൻ ഇത് സഹായിക്കുന്നു. ഇറാനിലെ സങ്കീർണമായ കമാൻഡ് സെൻറ്ററുകളും ആണവ കേന്ദ്രങ്ങളും വലിയ മലകൾക്കിടയിലും ഭൂമിക്കടിയിലുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത്തരം കട്ടിയുള്ള കോൺക്രീറ്റും പാറകളും തുളച്ചു കയറി മാത്രം പൊട്ടിത്തെറിക്കാൻ കഴിയുന്ന ലേസർ ഗൈഡഡ് സ്മാർട്ട് ബോംബുകൾ വ്യോമസേനയുടെ ആവനാഴിയിലുണ്ട്. 2026 ആക്രമണത്തിൽ ഇറാനിയൻ നേതൃത്വത്തിൻ്റെ ഭൂഗർഭ ഒളിത്താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കാൻ ഉപയോഗിച്ചത് ഈ സാങ്കേതിക വിദ്യയാണ്. ഇസ്രയേലിൻ്റെ ഈ പ്രഹരശേഷി ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. ഇതിനു പിന്നിൽ ശക്തമായ ഒരു സൈനിക സിദ്ധാന്തമുണ്ട്. അതാണ് ബീഗിൻ ഡോക്ട്രിൻ. ഇസ്രയേലിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഒരു ശത്രുവിനെയും കൂട്ടക്കുരുതിക്കുള്ള ആയുധങ്ങൾ സ്വന്തമാക്കാൻ അനുവദിക്കില്ല എന്ന വിട്ടുവീഴ്ചയില്ലാത്ത ഉറച്ച നയം. 1981 ഇറാഖിലെ ഓസിറാഖ് ആണവ റിയാക്ടർ തകർത്ത ഓപ്പറേഷൻ ഒപ്പേറയും 2007 സിറിയയിലെ റിയാക്ടർ തകർത്ത ഓപ്പറേഷൻ ഓർക്കാഡും ഇതിൻ്റെ മുൻകാല ഉദാഹരണങ്ങൾ മാത്രമായിരുന്നു. വ്യോമസേനയുടെ ഭൂഖണ്ഡാന്തര ദൗത്യങ്ങൾക്കായി ഇസ്രയേൽ പൈലറ്റുമാർ വർഷങ്ങളായി കഠിനമായ പരിശീലനം നടത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. മെഡിറ്ററേനിയൻ കടലിന് മുകളിലൂടെ ഗ്രീസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് അവർ നടത്തിയ ദീർഘദൂര സൈനിക അഭ്യാസങ്ങൾ യഥാർത്ഥത്തിൽ ഇറാനെ ലക്ഷ്യമാക്കിയുള്ള ഡ്രസ് റിഹേഴ്സലുകളായിരുന്നു. ശാരീരികമായും മാനസികമായും തളർത്തുന്ന മണിക്കൂറുകൾ നീളുന്ന യാത്രകൾ, പ്രതികൂല സാഹചര്യങ്ങളെ ഒറ്റയ്ക്ക് നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ. ഓരോ ഇസ്രയേലി പൈലറ്റും ഇത്തരം അസാധ്യമായ ദൗത്യങ്ങൾക്കായി പ്രത്യേകം വാർത്തെടുക്കപ്പെട്ടവരാണ്. ഫെബ്രുവരിയിലെ അമേരിക്കൻ ഇസ്രയേൽ ഇറാൻ യുദ്ധം ആഗോള ശാക്തിക സമവാക്യങ്ങളെ എന്നേക്കുമായി മാറ്റിമറിച്ചു. ഇതിലൊരു കാര്യം വ്യക്തമാണ്: ഇസ്രയേൽ വ്യോമസേന ഇന്ന് കേവലം ഒരു പ്രാദേശിക പ്രതിരോധ സേന മാത്രമല്ല, മറിച്ച് ഭൂമിയിലെ ഏതു കോണിലുമുള്ള ശത്രുവിനെയും, അത് എത്ര വലിയ ഭൂഗർഭ അറയിലാണെങ്കിലും നിമിഷങ്ങൾക്കകം ഇല്ലാതാക്കാൻ കഴിവുള്ള അദൃശ്യ ചിറകുകളുള്ള ഒരു വേട്ടക്കാരനാണ് എന്ന യാഥാർത്ഥ്യം. ഇന്ന് നൂതന സാങ്കേതിക വിദ്യയുടെയും അതികഠിന പരിശീലനത്തിൻ്റെയും നിലനിൽപ്പിനായുള്ള പോരാട്ട വീര്യത്തിൻ്റെയും പൂർണ്ണമായ ഒരു സമന്വയമാണ് ആധുനിക ഇസ്രയേൽ വ്യോമസേന. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അവർക്കൊരു തടസ്സമല്ല. ആകാശത്തിൻ്റെ അതിരുകൾ ഭേദിച്ച് തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി ഏത് ഭൂഖണ്ഡത്തിലും പറന്നെത്താൻ അവർ തയ്യാറാണ്. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന പാഠവും അതുതന്നെയാണ് എന്നോർക്കുക. ഇസ്രയേലിൻ്റെ ആകാശ കണ്ണുകൾ തുറന്നിരിക്കുമ്പോൾ അവരുടെ ശത്രുക്കൾക്ക് ഭൂമിയിൽ ഒരിടത്തും ഒളിക്കാൻ കഴിയില്ല.